മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കുകയാണ്. കൊട്ടിക്കലാശത്തിന് 3 ദിവസം മാത്രം ശേഷിക്കെ ഡീൽ ആരോപണത്തിൽ മൂർച്ച കൂട്ടി വി ഡി സതീശൻ. പാർട്ടി കോൺഗ്രസ് തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച SDPIയുമായി മുഖ്യമന്ത്രി ഡീൽ ഉണ്ടാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുമായും CPIഎമ്മിന് ബന്ധമുണ്ട്. SDPI തീവ്രവാദ സംഘടനയാണെന്ന് CPM പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ച അവരുമായി കൂട്ടുചേർന്നാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കാപട്യമോ നിന്റെ പേരാണോ പിണറായി വിജയൻ എന്ന് ചോദിക്കേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ്. പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവരവിടെ. പിന്നെ എന്തു പാർട്ടി കോൺഗ്രസ്സാണ്? മാധ്യമങ്ങളുടെ പ്രീപോൾ സർവേകൾക്ക് എതിരെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നു. നടക്കുന്നത് തട്ടിക്കൂട്ട് പെയ്ഡ് സർവേകൾ ആണെന്ന് സതീശൻ പറഞ്ഞു. ഈ സർവേകളിൽ ഭൂരിഭാഗവും പെയ്ഡ് സർവേകളാണ്, പൈസ കൊടുത്തിട്ടുണ്ടാക്കിയിരിക്കുന്ന സർവേകളാണ്, ഒരു വിശ്വാസ്യതയില്ലാത്ത സർവേകളാണ്. ഇത് പാർലമെൻറ്റ് ഇലക്ഷനും അങ്ങനെ തന്നെയായിരുന്നു. ഈ സർവേകളിലൊന്നും ഒരു കാര്യമില്ല. ഇത് പലതും നമുക്കറിയാം, തട്ടിക്കൂട്ടിയ സർവേകളാണ്. യഥാർത്ഥത്തിലുള്ള ജനവികാരം പ്രതിഫലിക്കുന്ന സർവേകളല്ല. ജനവികാരം കൃത്യമാണ്. ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലും 100-ലധികം സീറ്റുമായി UDF ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരും, ഒരു സംശയമില്ല. വിശദാംശങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുകയാണ് കാസർഗോഡ് നിന്ന്. രതീഷ്, എന്തായാലും സംസ്ഥാനമാകെ തന്നെ പ്രചാരണത്തിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ പ്രതിപക്ഷ നേതാവ് ചില വിഷയങ്ങൾ വീണ്ടും അത് ആ രീതിയിൽ തന്നെ ചർച്ചയാകാൻ വേണ്ടി പറയുകയാണ്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജമാഅത്തെ ഇസ്ലാമിയുമായും SDPIയുമായും ബന്ധമുള്ളത് CPIഎമ്മിനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് കൃത്യമായി നാളെ അത് ഏത് രീതിയിൽ ചർച്ചയാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വാക്കുകൾ കൃത്യമായി ഉപയോഗിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുമായാണ് ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹകരണമെന്ന് അദ്ദേഹം പറയുന്നു. വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. ആ അർത്ഥത്തിൽ കൃത്യമായി വേർതിരിവുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയം CPIഎമ്മിനെതിരെ ഉന്നയിക്കുന്നത്. എന്തായാലും അതോടൊപ്പം ഈ പെയ്ഡ് സർവേകളാണ് നടക്കുന്നത് എന്ന ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നു. രുചിഷ്, തീർച്ചയായും 2 പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളാണ് ഇന്ന് കാസർഗോഡ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ വി ഡി സതീശൻ ഉന്നയിച്ചത്. അതിലൊന്ന്, നേരത്തെ പറഞ്ഞ പോലെ SDPI ബന്ധമാണ് LDFിൻ്റെ. പാർട്ടി കോൺഗ്രസ് ഉൾപ്പെടെ SDPI തീവ്രവാദ സംഘടനയാണെന്ന് വിലയിരുത്തിയ സാഹചര്യത്തിലാണ് SDPIയുടെ ബന്ധം സംബന്ധിച്ച് പിണറായി മൗനം പാലിക്കുന്നത്. മാത്രവുമല്ല, ജമാഅത്തെ ഇസ്ലാമി വലിയ തീവ്രവാദ സംഘടനയാണെന്ന നിലയിലാണ് ഇപ്പോൾ ചർച്ചയുള്ളത്. പക്ഷേ മുൻപ് ജമാഅത്തെ ഇസ്ലാമിയെ 4 വർഷക്കാലം ഇതേപോലെ രാഷ്ട്രീയ സഹകരണം നടത്തിയ സംഘടനയാണ് CPM. ആ സമയത്തൊന്നും ഇല്ലാതിരുന്ന പ്രശ്നമാണ് ഇപ്പോൾ UDFുമായി ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയമായി സഹകരിക്കുമ്പോൾ അവർ തീവ്രവാദ സംഘടനയാണ് എന്ന ആക്ഷേപമുള്ളത്. ഈ പാർട്ടി കോൺഗ്രസ് ഉൾപ്പെടെ അംഗീകരിച്ച തീവ്രവാദ പട്ടികയിലുള്ള SDPIയെ എങ്ങനെയാണ് രാഷ്ട്രീയമായി വിലയിരുത്തുക എന്ന് പറയാൻ CPM നേതാക്കൾ കഴിയുന്നില്ല, പിണറായിക്ക് കഴിയുന്നില്ല, മൗനം പാലിക്കുകയാണ് എന്നാണ് ഒരാരോപണം. മറ്റൊന്ന്, ഈ സർവേകളെല്ലാം തന്നെ പെയ്ഡ് സർവേകളാണ്. LDFിന് മുൻതൂക്കം നൽകുന്ന സർവേകളെ പറ്റിയാണ് വി ഡി സതീശൻ ഇത്തരത്തിൽ പ്രകോപിതനായത്. ഇതെല്ലാം പെയ്ഡ് സർവേയാണ്. മുൻപ് നടത്തിയ പല പെയ്ഡ് സർവേകൾ നടത്തിയതിൻ്റെ എല്ലാ തരത്തിൻ്റെ ഫലം തെറ്റായിരുന്നു. ഹൈബീഡിൻ്റെയും അതേപോലെ തന്നെ ഷാഫി പറമ്പിലൊക്കെ പരാജയപ്പെടുമെന്ന് നടത്തിയ പെയ്ഡ് സർവേകൾ പൊളിഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ പെയ്ഡ് സർവേകളൊക്കെ അട്ടിമറിച്ചുകൊണ്ട് UDF വലിയ മാർജിനിൽ അധികാരത്തിൽ വരും. നിലവിൽ LDFും UDFും വലിയ മാർജിനിൽ വ്യത്യാസമുണ്ട്. പക്ഷേ അതൊക്കെ മറികടക്കാൻ വേണ്ടിയാണ് ഈ പെയ്ഡ് സർവേകൾ വരുന്നത് എന്നുകൂടി ആക്ഷേപം ഉന്നയിക്കുന്നു. പ്രധാനമായും SDPIയുടെ ഈ രാഷ്ട്രീയ ബന്ധം LDFുമായിട്ടുള്ള ഡീലൊക്കെ തന്നെ കൂടുതൽ ചർച്ച ചെയ്യുക എന്ന തരത്തിൽ തന്നെയാണ് വി ഡി സതീശൻ്റെ ഈ വെളിപ്പെടുത്തലുള്ളത്. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി അതായത് SDPI സെക്കുലർ ആണ് എന്ന തരത്തിൽ സംസാരിച്ചു എന്നത് തൻ്റെ ശ്രദ്ധയിലില്ല. SDPIയെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ തീരുമാനം UDF എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ആ നിലപാടിൽ പൊതു തീരുമാനമാണ്. ആ നിലപാടിൽ മാറ്റമില്ല. UDF അല്ലാതെ മറ്റൊരു കക്ഷി ഏതാണ് ഇത്തരത്തിലൊരു നിലപാടെടുക്കുക, എവിടെയാണ് രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നുകൂടി സതീശൻ ചോദിക്കുന്നു. എന്തായാലും SDPI ബന്ധം LDFുമായി ഉണ്ട്, അല്ലെങ്കിൽ ഡീലുണ്ട് എന്ന ചർച്ച കൃത്യമായി നിലനിർത്തുക തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിൽ വരെ എന്ന് തന്നെയാണ് വി ഡി സതീശൻ ലക്ഷ്യമാക്കുന്നത്. രുചീഷ്, രതീഷ്, എന്തായാലും അവസാന ലാപ്പിലും ഈ തരത്തിൽ SDPI CPIയും ബന്ധം ഉന്നയിച്ചുള്ള ആരോപണം മൂർച്ച കൂട്ടി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്.